ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾക്ക് ഒരാളെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഉണക്കച്ചെമ്മീൻ വറക്കുന്നതാണ്. ഉണക്കച്ചെമ്മീൻ പലയിടത്തു നിന്നൊക്കെ ഇങ്ങനെ വറുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അറിയാവുന്നവരുണ്ടായിരിക്കും. ഇതുണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ഒരു വിശാലെന്ന് പറയുന്ന വിശാലാണ് ഇത് ആദ്യം ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അതിനൊരു പ്രത്യേക രുചിയുണ്ട് ഇതേ രീതിയിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നല്ല ഉണക്കച്ചെമ്മീൻ, ഇത് കഴുകിയൊക്കെ ഉണക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനാട്ടോ. നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി തലയും ഒക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പൊന്ന് പിടിക്കാനായിട്ട് ഒരല്പം വെള്ളം, ഒരു ചെറിയ നനവ് വരാനായിട്ട് ഒരു ചെറുതായിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വറക്കാൻ ആദ്യം വെറുതെ വറക്കണം. ഇപ്പോൾ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രം തന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് നല്ലതായിട്ട് ചൂടായി. അപ്പോൾ അതിലേക്കിട്ടത് വെറുതെ ഒന്നങ്ങ് വറുത്തെടുക്കാം. ആദ്യം ഒന്നിങ്ങ് വറുത്ത് എടുക്കണം. ചെമ്മീൻ പതിയെ വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ അതിന് നമ്മൾ ആ ചെമ്മീന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എപ്പോഴും കൂടി പോകാൻ നോക്കണം. അപ്പോൾ ഈ ഉള്ളിക്കും ഇതിനൊക്കെ ചേരുന്ന രീതിയിലുള്ള ഉപ്പ് അതിനിട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ചതച്ച മുളക്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഏത് രീതി വേണോ, ഇതിപ്പോൾ ചതച്ച മുളകാണ്. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്നിങ്ങനെ ചതച്ചെടുക്കണം. അപ്പോൾ ഇത് കല്ലിൽ നല്ലതായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഒക്കെ വറുത്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകണ്ട, ശരിക്കും നമുക്ക് ആ പാകത്തിനുള്ള ഇതിന് വന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് അങ്ങ് മാറ്റുവാണ്, അല്ലെങ്കിൽ ഈ ചൂടിലിരുന്ന ഒത്തിരി അങ്ങ് വറുത്തു പോകും. പിന്നെ ആ സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ, ഇത് ഞാൻ വീട്ടിലെ ആട്ടിച്ച വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മുടെ വീട്ടിലാട്ടിക്കുന്ന വെളിച്ചെണ്ണ തന്നെ നല്ലത്. ഇവിടെ ഇത്രയും ടേസ്റ്റായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുകയില്ല. ഉള്ളിയും ഇതുമെല്ലാം ഞാൻ ചതച്ച് കൂട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഞാൻ തീ കുറച്ചിട്ടേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി അടുപ്പയിൽ വഴന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് നമ്മുടെ ആത്മീയ ഭക്ഷണം ഒന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 5:9 ഇപ്രകാരം പറയുന്നു: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ അയൽവാസികളുടെ ഇടയിലെല്ലാം സമാധാനപ്രിയരാണോ, അതെയോ വഴക്കാളികളാണോ എന്നൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുമ്പോൾ നമ്മൾ ഏത് കാര്യവും ദേഷ്യം കൂടാതെ എടുത്തിയാടാതെയും സമാധാനമുള്ളവരായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഹായിക്കും. അപ്പോൾ ഇന്നെ കേൾക്കുന്ന ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവ് ഉള്ളത്തിൽ വസിക്കുന്നവരായി തീരുവാൻ്റെ കോണം, അതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ്റെ കോണം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ആദ്യം എടുത്ത ചുവന്നുള്ളി കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് ചുവന്നുള്ളിയും അല്പം മുളകും കൂടെ ഇതുപോലെ ചതച്ചതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് കൂടണമല്ല. അതുപോലെ വെളിച്ചെണ്ണയും ഇതിനകത്ത് നന്നായിട്ട് ഉള്ളതാണ് ഏറ്റവും രുചി. നമ്മൾ വീടുകളിൽ ആട്ടുന്ന എണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉള്ളി അങ്ങ് ചുമന്നൊന്നും പോകണ്ട. ഇതുപോലെ മുക്കാലുമായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പ് അതിനകത്ത് വന്നിട്ടുണ്ട്, ഞാൻ തൊട്ട് നോക്കി. പിന്നെ ചെമ്മീനാണേലും അതിനും പാകത്തിനുള്ള ഉപ്പ്. അധികമായിപ്പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് നിങ്ങൾ ഇടുമ്പോൾ അത് സൂക്ഷിച്ചിടുക. ഇനി ഇതിനകത്തേക്ക് വറുത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒരല്പസമയം സ്റ്റൗവിൽ ഇങ്ങനെ വയ്ക്കാം.
തീ ഒന്ന് കുറച്ച് വയ്ക്കാം. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് ഒത്തിരി നേരം വേണ്ട, ഒന്ന് ഇളക്കി കൂട്ടിയാൽ മതി. ഇച്ചിരി നല്ല പച്ചക്കറിവേപ്പില കൂടെ അങ്ങോട്ടിട്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നിക്കാൻ ഒത്തിരി മൂത്ത് പോകും. മൂത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി തൈരും ഈ ഉണക്കച്ചെമ്മീനും ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും കൂട്ടാതെ ചോറുണ്ണാം. വേറെ കറിയുടെ കൂടെ ആകുമ്പോൾ ഇതിന് അത്രയും ടേസ്റ്റ് വരുമോ ഇല്ല. അപ്പോൾ മോരോ തൈരോ ഒക്കെ കൂട്ടി ഇത് ഉണ്ടാക്കി ചോറുണ്ണുക. ഇനി അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ നിസ്സാരമേറിയ ചെറുകനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.